ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ട് എങ്ങനെ ഈസി ആയിട്ട് ഉടുക്കുക എന്നുള്ളതാണ്. ഇതിനെ ഒരു പ്രീ പ്ലീറ്റഡ് സെറ്റ് മുണ്ടെന്നോ റെഡി ടു വെയർ സെറ്റ് മുണ്ടെന്നൊക്കെ പറയാട്ടോ. നമ്മൾ പുറത്തുനിന്ന് റെഡി ടു വെയർ വാങ്ങുന്നത് പോലെ തന്നെ വീട്ടിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെറ്റ് മുണ്ട് ഉടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഒട്ടും ലേറ്റാക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ട് സാരിയൊക്കെ ഉടുക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. ഓണം പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ അമ്മ അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ആയിരുന്നു എനിക്ക് സാരി കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ലോങ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് നമ്മൾ എങ്ങനെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ ഉടുക്കുന്നത് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും എനിക്ക് ചേച്ചി തന്നെയായിരുന്നു എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് എൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് ഡ്രേപ്പിംഗ് ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്രയും ലോങ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്തിനെ മാക്സിമം ഷോർട്ടാക്കി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുണ്ടിൻ്റെ ലെങ്ത്ത് കുറച്ച് മടക്കി പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നമ്മൾ ടക്കിൻ ചെയ്യുന്നതിനായിട്ടും ഒന്നും കൂടെ നീറ്റ് ആൻഡ് ക്ലിയർ ആയി ഇരിക്കുന്നത് ഇങ്ങനെ ടക്കിൻ ചെയ്യുമ്പോഴായിരിക്കും. എന്നിട്ട് ടക്കിൻ ചെയ്യാനുള്ള കുറച്ച് സ്പേസും കൂടെ നമ്മൾ വിടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു നീറ്റായിട്ട് നമ്മുടെ ആ ഒരു അരഭാഗം ഉണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ നീറ്റാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് ഒരു 3 സൈഡിൽ ഫസ്റ്റ് ആൻഡ് എൻഡിലും അതുപോലെ നടുക്കലും വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കംഫർട്ട് ആവും എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മളിങ്ങനെ ടക്കിൻ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഫീൽ ചെയ്യില്ല. ഇത് ഫസ്റ്റ് ടൈമൊക്കെ ഉടുക്കുന്നവർക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 3 സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ഡ്രേപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്താലും മതി. ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നീറ്റായിട്ട് കിട്ടും. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഒന്നിച്ചാണ് അയൺ ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 സൈഡിലും പിൻ കുത്തിയതിന് ശേഷം ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ചെയ്യുന്നത് മുണ്ടിൻ്റെ കസവ് ഭാഗം ഓക്കെ ആക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഏത് വശത്തോട്ടാണോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സൈഡ് വരേണ്ടത് അത് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചിലവർ അത് അതേപോലെ തന്നെ ഓപ്പൺ ആക്കി വെക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ മുണ്ടിൻ്റെ പോർഷൻ വരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു പിന്ന് നമുക്ക് അവിടെ കുത്തി കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു തൽക്കാലത്തേക്ക് മാത്രം ഈ മുണ്ടിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ ഒരു പിന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഉടുക്കുന്ന സമയത്തോട്ടൊന്ന് അത് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് പിൻ ചെയ്തതിന് ശേഷം അയൺ ചെയ്യുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മുണ്ടിനെ മാക്സിമം ചെറുതാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് മെയിൻ കസവ് നമുക്ക് ഏത് ഭാഗത്തോട്ടാണോ വരേണ്ടത് എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള പോർഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആ ബാലൻസ് പോർഷൻ നമ്മൾ മടക്കി സെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ബാലൻസ് പോർഷൻ കണ്ടെത്തി അത് മാക്സിമം ഞാൻ ടൈറ്റ് ചെയ്ത് എത്രത്തോളം നമുക്ക് ആ ഒരു കസവ് ഏത് ഭാഗത്തോട്ട് വേണം എന്നുള്ളത് ഫിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ ചെയ്ത് പോകാൻ പറ്റൂട്ടോ. കാരണം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ ഡ്രേപ്പ് ചെയ്ത് വെക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഓണം സെലിബ്രേഷനൊക്കെ ഇത് പക്കയായിട്ട് നമുക്ക് ഇടാൻ പറ്റൂട്ടോ. ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു കസവ് ജസ്റ്റ് ഒന്ന് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ 2 രീതിയിൽ ഈ ഒരു ഡ്രേപ്പിംഗ് കാണിക്കുന്നുണ്ട്. ചിലരൊക്കെ കസവ് ഉള്ളിലോട്ട് വരുന്ന ആ പോർഷനിലും കസവ് കാണുന്ന രീതിയിൽ ഉടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കസവന്നെ കാണത്തുള്ളൂ. അപ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. ചിലരാണെങ്കിൽ മൊത്തമായിട്ട് അത് മടക്കി ഉള്ളിലോട്ട് വെക്കാറുണ്ട്. അപ്പോൾ ആ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടെ സിമ്പിളായിട്ട് തോന്നുന്നത് ഫസ്റ്റ് ഒക്കെ ഡ്രേപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ കംഫർട്ടബിൾ ആവാൻ ഞാൻ രണ്ടാമത് കാണിക്കുന്ന രീതിയായിരിക്കും കേട്ടോ. ഇത് വീണ്ടും നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷേ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഈ ഒരു കസവ് ഞാനിപ്പോൾ മടക്കി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒന്നും കൂടെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് പുറകിലോട്ട് മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ ഈ ഒരു പ്ലീറ്റൊക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് എടുത്തതിന് ശേഷം അത് അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
ഇത് പറഞ്ഞു തരുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ സിമ്പിളായിരിക്കും. എനിക്ക് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്ക്, നമ്മളുടെ ആ ഒരു സെറ്റ് മുണ്ട് നേരത്തെ കാണിച്ചതിൽ നിന്നും ഒന്നും കൂടെ ഷോർട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉടുക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും അത് വരുന്നത്. ബാലൻസ് കുറച്ച് പുറകിലോട്ട് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ പുറകിൽ നിന്ന് അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 2 മടക്കാണ് ഇപ്പോൾ ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടല്ലോ, അത് നിങ്ങൾക്ക് 3 മടക്കായിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ബൾജായിട്ട് നിൽക്കും. അതിനായിട്ട് ഒന്നും കൂടെ ബെറ്റർ നമ്മൾ പുറകിൽ ഇങ്ങനെ ടക്കിൻ ചെയ്യുന്നതാണ്. ഇത്രേ വരത്തുള്ളൂ. സാധാരണ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് കുറച്ച് പുറകിലോട്ട് നമ്മൾ ടക്കിൻ ചെയ്യുമല്ലോ, ആ ഒരു അത്ര പോർഷനേ വരത്തുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് വേ കേട്ടോ. നമ്മൾ ആ ഒരു കസവിനെ അവോയ്ഡ് ചെയ്ത് അത് മാക്സിമം നമുക്ക് കാണണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് വേണ്ട ആ ഒരു മെഷർമെൻറ്റിൽ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ടക്കിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് അതിൻ്റെ ഉള്ളിലോട്ട് ടക്കിനാവുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്തതിന് ശേഷം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഒരു നമ്മൾ അത്രയും വലിയൊരു കസവുമുണ്ട് ഇത്രയും ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ മാക്സിമം ടക്കിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ മുണ്ട് ശരിക്കും ഉടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബാലൻസ് പുറകിലോട്ട് വരുന്നത് നമുക്ക് ഉള്ളിലോട്ട് ടക്കിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ആ ഒരു മുണ്ട് മാക്സിമം വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിലോട്ട് കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ പോർഷൻ ബാക്കിലോട്ട് വരുന്നുള്ളൂ. അത് നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്ന പോലെ ടക്കിൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഇത്രയും ഞാൻ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ലോങ് ഒരു സെറ്റ് മുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അയൺ ചെയ്ത് വൃത്തിയായിട്ട് നമ്മളുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മളുടെ ഷെൽഫിലോ ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് സിമ്പിളസ്റ്റ് ആയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് സത്യമാണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് അയണിങ് ആണ്. ഞാനിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അയൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് അത് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ടക്കിൻ ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ടക്കിൻ ചെയ്യാനുള്ള കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗം മടക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടക്കിൻ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ഞാൻ അയൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ കസവ് ഉണ്ടല്ലോ, അതാണ് അയൺ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് അയൺ ചെയ്ത് മടക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് സെറ്റ് മുണ്ട് ഉടുത്ത് പഠിച്ചത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. കുറേ വീഡിയോസൊക്കെ കണ്ട് പിന്നെ എൻ്റേതായ രീതിയിൽ ഇതുപോലെ റെഡി ടു വെയർ ആക്കി എടുത്തതാണ് ഞാൻ. കുറേ പോർഷൻസ് നമുക്ക് ഒരു സെറ്റ് മുണ്ടൊക്കെ കാണുമ്പോൾ നമുക്കിത് എങ്ങനെ നമ്മൾ ഇത്രയും നീറ്റായിട്ട് ചെയ്യുന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഇതുപോലെ കണ്ടെത്തി ചെയ്തതാണിത്. ഇപ്പോൾ എൻ്റെ ചേച്ചിമാർക്ക് പോലും ഞാൻ തന്നെയാണ് കേട്ടോ ഇതുപോലെ സെറ്റ് മുണ്ട് ഉടുത്ത് കൊടുക്കാറ്. അപ്പം നിങ്ങൾക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ തന്നെ നമുക്ക് തലേന്നൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുത്തു പോകാം. അതുപോലെ തന്നെ നമ്മൾ കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ഒരു പ്രീപ്ലീറ്റഡ് ആയിട്ടുള്ള സെറ്റ് മുണ്ടൊന്ന് ഉടുത്താൽ മാത്രം മതി. അതിനായിട്ട് അണ്ടർ സ്കേർട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. നമുക്ക് ചിലർക്ക് റൈറ്റ് സൈഡിലോട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും, ചിലർക്ക് സെൻറ്ററിലായിരിക്കും ഈ ഒരു അണ്ടർ സ്കേർട്ട് കിട്ടുന്നത് ഓക്കെ ആവുക. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ചെയ്യുക. സെൻറ്ററിൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴാണ് ഓക്കെ ആവുന്നത് കേട്ടോ. സോ അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടിൽ മുണ്ടുടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രീപ്ലീറ്റഡ് സെറ്റ് മുണ്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ ഇത്രയാണ് മാക്സിമം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടാൽ മനസ്സിലാവും അത്രയും ലോങ് ആയിട്ടുള്ളൊരു മുണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉള്ളിലോട്ടുള്ള പോർഷൻ ഞാൻ ടക്കിൻ ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ വരുന്ന അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ഒന്നും കൂടെ നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് ഞാൻ ഉള്ളിലോട്ട് മാക്സിമം ടക്കിൻ ചെയ്ത് വളരെ കുറച്ചല്ലേ നമുക്ക് ടക്കിൻ ചെയ്യാനുള്ളൂ. ഓൾറെഡി നമ്മൾ മടക്കി വെച്ചതുകൊണ്ട് അതാണ് ഞാനിപ്പം ഫസ്റ്റ് ആ മടക്കിയതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ബാലൻസ് വരുന്ന ഈ ഒരു പോർഷൻ, നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന ഈ പോർഷൻ എങ്ങനെയാണോ കറക്റ്റ് ഏത് ലെവൽക്കാണോ നമുക്ക് വരേണ്ടത് ആ ഭാഗത്തോട്ട് മാക്സിമം ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാക്സിമം നമുക്ക് കുറഞ്ഞ ടൈമേ വരുള്ളൂ. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു ഫുൾ സെറ്റ് മുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ താഴത്തോട്ടുള്ള ലെങ്ത് എല്ലാം മാക്സിമം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടക്കിൻ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ബാലൻസ് വരുന്ന ഈ പുറകിലോട്ടുള്ള ഭാഗം ഞാൻ ടക്കിൻ ചെയ്യുകയാണ്. കുറച്ച് മാത്രമേ വരത്തുള്ളൂ. അത് അങ്ങനെ വന്നാലും നമുക്ക് അത്ര ബോറായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ കവർ ചെയ്തുകൊണ്ട് ഉള്ളിലോട്ട് നമ്മൾ ആദ്യം മടക്കിയ പോലെ കുറച്ചും കൂടെ ചേർത്ത് മടക്കിയാൽ നമുക്ക് ഇത്ര തന്നെ പോർഷൻ ബാക്കിലോട്ട് വരില്ല. പക്ഷേ ഇതും ഓക്കെയാണ്
കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഞാൻ നീറ്റായിട്ട് എൻ്റെ ആ ഒരു മുണ്ടിൻ്റെ പോർഷൻ ഇവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ നേരിയത് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് കേട്ടോ പ്ലീറ്റ് എടുക്കുന്നത്. അതല്ലാതെ നമുക്ക് കറക്റ്റ് എല്ലാ പ്ലീറ്റും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വേറൊരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്, കാരണം ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ മുണ്ടിൻ്റെ ഡ്രേപ്പിങ്ങിന് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഇതുപോലെ വെച്ചതിന് ശേഷം ഡോറിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചാൽ നമുക്കത് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ഉടുക്കുന്ന സമയത്ത് ആ പിൻ അഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുത്തി കൊടുക്കുവാണ്. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ മുണ്ടിൻ്റെ ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലോട്ട് വരണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.